വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ്ങിൻ്റെ ഒരു ടോപ്പിക്കാണ്, ഗ്യാരണ്ടി, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പെയ്ഡ് സ്റ്റഡി ഗ്രൂപ്പിൽ നമ്മൾ ഈ PDF പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കോപ്പറേറ്റീവ് ലോ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്ന എല്ലാ കണ്ടൻറ്റുകളും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, PDF. അപ്പോൾ നമുക്ക് നോക്കാം. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. ഗ്യാരണ്ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 126 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലാണ് കേട്ടോ. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 126ലാണ് ഈ ഒരു ഗ്യാരണ്ടീനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര പാർട്ടികളാണ് ഗ്യാരണ്ടിയിലുള്ളത്? 3 പാർട്ടികളാണ് പ്രധാനമായിട്ടുള്ളത്. ദർ ആർ 3 പാർട്ടീസ് ടു എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. Contract of guarantee is a contract to perform the promise or discharge the liability of a third person in case of his default. അതായത് ഒരാൾ വീഴ്ച വരുത്തുകയാണെങ്കിൽ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരു തേർഡ് പേഴ്സൺ എൻ്റർ ചെയ്യുകയാണ്. അങ്ങനെയാണ് 3 പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒരാൾ വീഴ്ച വരുത്തിയ ഒരാളുണ്ടായിരിക്കും, അയാൾക്ക് കടം കൊടുത്ത മറ്റൊരാളുണ്ടായിരിക്കും, മൂന്നാമത് വീഴ്ച വരുത്തുമ്പോൾ ഞാൻ തന്നുകൊള്ളാം എന്ന ഒരു വാഗ്ദാനവുമായി കടന്നു വരുന്ന ബാങ്ക് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പാർട്ടികളാണുള്ളത്. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ്. പ്രോമിസാണ് അവിടെ പെർഫോം ചെയ്യുന്നത് കേട്ടോ. പ്രോമിസാണ് പെർഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണ് അവർ പ്രോമിസ് പെർഫോം ചെയ്യുന്നത്? ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്തുകൊണ്ട്. ഈ 2 പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി. അതാണ് ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ അവർ ചെയ്യുന്ന കാര്യം. പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി. ഓക്കെ, ചെയ്യുന്നത് തേർഡ് പേഴ്സൺ ആണ്. അതായത് മിക്കവാറും തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ബാങ്കാണ് കേട്ടോ. ഈ ഡിഫോൾട്ട് വരുത്തുന്ന ആൾ ഡിഫോൾട്ട് വരുത്തുമ്പോൾ ബാങ്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാല്യൂ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. കാരണം ഓൾറെഡി കോൺട്രാക്ച്വൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വാല്യൂ ഫിക്സഡ് ആയിരിക്കും ആൻഡ് നോട്ട് എഫക്ട് ബൈ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് പൊതുവെ ചേഞ്ച് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 3 പാർട്ടികളെന്ന് നോക്കാം. ഒന്നാമത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഷുവർട്ടിയാണ് കേട്ടോ. ഷുവർട്ടി, ദ പേഴ്സൺ ഹു ഗീവ്സ് ദ ഗ്യാരണ്ടി ഈസ് കോൾഡ് ദ ഷുവർട്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടർ എന്നറിയപ്പെടും. അതാണ് ബാങ്ക് എന്ന് പറഞ്ഞത് കേട്ടോ. ദ പേഴ്സൺ, ആരാണോ ഗ്യാരണ്ടി നൽകുന്ന ആൾ, അതാണ് ഗ്യാരണ്ടർ. പ്രിൻസിപ്പൽ ഡെറ്റർ ഒരു കടക്കാരൻ, അതായത് ആരാണോ വീഴ്ച വരുത്തി ഡീഫോൾട്ട് നടത്തുന്ന ആളാണ് പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രെഡിറ്റർ പിന്നെ മിക്കവാറും അദ്ദേഹത്തിനാണ് കിട്ടാനുള്ളത് അല്ലേ. സോ ആളാണ് ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ. ദ പേഴ്സൺ ടു ഹൂം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ, ആർക്കാണോ ഈ ഗ്യാരണ്ടി കൊടുക്കുക, ആർക്ക് വേണ്ടിയിട്ടാണോ, ടു ഹൂം ദ ഗ്യാരണ്ടി, ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഗ്യാരണ്ടി കൊടുക്കുന്നത്, അത് ബെനഫിഷ്യറിയാണ്, അത് ക്രെഡിറ്ററാണ്. ഓക്കെ, അതാണ് ഈ 3 പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷുവർട്ടി, പ്രിൻസിപ്പൽ ഡെറ്റർ, ക്രെഡിറ്റർ. അതായത് ഗ്യാരണ്ടർ എന്നറിയപ്പെടും ബാങ്കാണ് ഗ്യാരണ്ടർ അല്ലെങ്കിൽ ഷുവർട്ടി. പ്രിൻസിപ്പൽ ഡെറ്റർ നിങ്ങൾക്ക് അറിയാം, ആരാണോ വീഴ്ച വരുത്തുന്നത് ആ വ്യക്തി. ക്രെഡിറ്റർ, ബെനഫിഷ്യറി. ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. ഓക്കെ, ദ ലയബിലിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ ഈസ് പ്രൈമറി. അതായത് പ്രിൻസിപ്പൽ ഡെറ്റർ ലയബിലിറ്റി പ്രൈമറി ആണ്, പിന്നെ ഗ്യാരണ്ടറുടെ സെക്കൻഡറിയുമാണ്. ഓക്കെ, ഗ്യാരണ്ടർ തീർച്ചയായിട്ടും ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആൾ ഇതിൻ്റെ എല്ലാ റിസ്കുകളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് വേണം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ ലയബിലിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ ഈസ് പ്രൈമറി ആൻഡ് ദ ലയബിലിറ്റി ഓഫ് ദ ഗ്യാരണ്ടർ സെക്കൻഡറി ആണ്. ഓക്കെ, ഇനി ഈ ഒരു പ്രിൻസിപ്പൽ ഡെറ്ററിനെതിരെ സ്യൂ ചെയ്യാൻ കഴിയും, അതായത് കേസൊക്കെ കൊടുക്കാൻ കഴിയും കോടതിയിൽ. അതിനാണ് റൈറ്റ് ഓഫ് സബ്രോഗേഷൻ എന്ന് പറയുക. സെക്ഷൻ 140 അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ സബ്രോഗേഷൻ ചെയ്യാൻ പറ്റും. ഷുവർട്ടിക്കെതിരെ ഷുവർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം, ഷുവർട്ടി ക്യാൻ സ്യൂ അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. ഷുവർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയില്ല എന്ന് വിചാരിക്കുക, പ്രിൻസിപ്പൽ ഡെറ്ററുടെ കയ്യിൽ നിന്ന് തുക ഈടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആൾക്കെതിരെ സ്യൂ ചെയ്യാൻ ഉള്ള ഒരു റൈറ്റിനെയാണ് റൈറ്റ് ഓഫ് സബ്രോഗേഷൻ എന്ന് പറയുക കേട്ടോ. സെക്ഷൻ 140 അത് വിശദമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞു. പിന്നെ കോൺട്രാക്റ്റ് ചിലപ്പം വെർബൽ ആവാം, റിട്ടൺ ആവാം, അത് എന്തോ ആവാം. ഓക്കെ, ഈ ഗ്യാരണ്ടിയുടെ കോൺട്രാക്റ്റ്. അപ്പോൾ പലതരത്തിലുള്ള ബാങ്ക് ഗ്യാരണ്ടികളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് വേഗം പഠിച്ചു പോകാം കേട്ടോ.
അപ്പോൾ ബാങ്ക് ഗ്യാരണ്ടീസ്, ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയും. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയാണ്. ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയിൽ ദീസ് ആർ ഗ്യാരണ്ടീസ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ടു റീപേ ബോറോവേഴ്സ്, ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഡെറ്റ് ഒബ്ലിഗേഷൻ, കടമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ധനപരമായ അങ്ങനെ ഒരു തിരിച്ചടവിന് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കൻ്റ് ഡീഫോൾട്ട് വരുത്തുമ്പോഴാണ് ഈ ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നാച്ചുറലി കൊടുക്കുന്നത് ലോൺ റീപേയ്മെൻറ്റിൻ്റെ സമയത്താണ്. ലോൺ റീപേയ്മെൻറ്റ് നടത്തുമ്പം ഫിനാൻഷ്യൽ ഗ്യാരണ്ടി അവൈലബിൾ ആണ്. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ടാകുമ്പോഴാണ് ഈ ആപ്ലിക്കൻ്റ് ഡീഫോൾട്ട് വരുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഗ്യാരണ്ടി കൊടുക്കാറുള്ളത്. സോ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ആർ ഗ്യാരണ്ടീസ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ് ടു റീപേ ബോറോവേഴ്സ് ലോൺ, അല്ലെങ്കിൽ ഡെറ്റ് ഒബ്ലിഗേഷൻ, വിഫിനി എന്തായാലും. അങ്ങനെ ലോൺ റീപേയ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന ഗ്യാരണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് പെർഫോമൻസ് ഗ്യാരണ്ടിയാണ്. ദീസ് ആർ ഗ്യാരണ്ടീസ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് വെർ ബൈ ബാങ്ക്സ് അഷ്യൂർസ് തേർഡ് പാർട്ടി ദാറ്റ് ദ കസ്റ്റമർ വിൽ പെർഫോം ദ കോൺട്രാക്ട് entered into by the customer as per the conditions stipulated in the contract, failing which bank will compensate the third party up to which the amount is specified in the guarantee. അതായത് പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് പറയുമ്പം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ബാങ്കാണ് എഷ്യൂർ ചെയ്യുന്നത് കേട്ടോ. മൂന്നാമതൊരു പാർട്ടിയോട് ബാങ്കാണ് എഷ്യൂർ ചെയ്യുന്നത്. കസ്റ്റമർ ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തില്ലെങ്കിൽ, ഓക്കെ, കസ്റ്റമർ ഈ കോൺട്രാക്റ്റ് ആസ് പെർ ദ കണ്ടീഷൻ സ്റ്റിപ്പുലേറ്റഡ് ഇൻ ദ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ കണ്ടീഷൻസ് പെർഫോം ചെയ്തില്ലെങ്കിൽ ഫെയിലിംഗ് വിച്ച് ബാങ്ക് വിൽ കോമ്പൻസേറ്റ്, ബാങ്ക് എന്ത് ചെയ്യും, കോമ്പൻസേഷൻ കൊടുക്കും തേർഡ് പാർട്ടിക്ക്. അപ് ടു വിച്ച് ദ എമൗണ്ട് സ്പെസിഫൈഡ് ഇൻ ദ ഗ്യാരണ്ടി. അങ്ങനെ പറഞ്ഞത് കൊടുക്കും എന്നല്ല, എന്താണ് എമൗണ്ട് സ്പെസിഫൈഡ് ഇൻ ദ ഗ്യാരണ്ടിയിൽ എന്താണോ എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് അത് കൊടുക്കാം, അത് തന്നുകൊള്ളാം എന്നാണ് ബാങ്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ പെർഫോമൻസ് ഗ്യാരണ്ടിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് ഗ്യാരണ്ടി അതാണ്. ദീസ് ആർ ഗ്യാരണ്ടീസ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് വെർ ബൈ ദ ബാങ്ക് അഷ്യൂർസ് എ തേർഡ് പാർട്ടി ദാറ്റ് കസ്റ്റമർ വിൽ പെർഫോം the contract entered into. A customer as per the conditions stipulated in the contract fail ചെയ്താൽ bank will compensate the third party up to which the amount specified in the guarantee. ഓക്കെ, അപ്പോൾ ബാങ്ക് അഷ്യൂർ ചെയ്യുന്നത് പെർഫോമൻസ് ആണ്. ഈ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള പെർഫോമൻസ് ആണ് ബാങ്ക് അഷ്യൂർ ചെയ്യുന്നത്. ഈ പെർഫോമൻസ് ആര് ഫെയിൽ ചെയ്താൽ, കസ്റ്റമർ ഫെയിൽ ചെയ്താൽ ബാങ്ക് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് പെർഫോമൻസ് അഷ്യൂർ ചെയ്യുന്നതാണ് പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കേട്ടോ. ബാങ്ക് അഷ്യൂർസ് പെർഫോമൻസ് ആസ് പെർ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് പ്രകാരമുള്ള വർക്കുകളിലാണ് ഇത് നടക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്, സപ്ലൈ കോൺട്രാക്റ്റുകൾ, അവിടെയൊക്കെയാണ് ഈ ഒരു പെർഫോമൻസ് ഗ്യാരണ്ടി വർക്ക് ചെയ്യുന്നത് കേട്ടോ. കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്, സപ്ലൈ കോൺട്രാക്റ്റിലൊക്കെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, പെർഫോമൻസ് ഗ്യാരണ്ടി. അപ്പോൾ പെർഫോമൻസ് ഗ്യാരണ്ടീനെ പ്രോജക്റ്റുമായി അല്ലെങ്കിൽ കോൺട്രാക്ട്സുമായി കണക്ട് ചെയ്ത് വെക്കുക. പെർഫോമൻസ് ഗ്യാരണ്ടീനെ കണക്ട് ചെയ്ത് വെക്കേണ്ടത് പെർഫോമൻസ് ആസ് പെർ കോൺട്രാക്റ്റ് എന്നൊരു രീതിക്ക്, അല്ലെങ്കിൽ പ്രോജക്റ്റുമായി കണക്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡിഫേർഡ് പേയ്മെൻ്റ് ആണ്. ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടിയാണ്. ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാരണ്ടിയിൽ ബാങ്കർ ഗ്യാരണ്ടി ചെയ്യുന്നത് പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സിലാണ് ഓവർ പീരിയഡ് ഓഫ് ടൈം. ഒരുപാട് പീരിയഡ് ഓഫ് ടൈമിലേക്കുള്ള ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് പേയ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്യുന്നു ബാങ്ക്. അതാണ് ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി. അപ്പോൾ ഇത് പൊതുവേ പ്രൊവൈഡ് ചെയ്യുന്നത് ദിസ് ടൈപ്പ് ഓഫ് ഗ്യാരണ്ടി ഈസ് റിക്വയർഡ് വെൻ ദ കസ്റ്റമർ ഓൺ ക്രെഡിറ്റ് പർച്ചേസ് നടത്തി ഗുഡ്സ് അല്ലെങ്കിൽ മെഷീനറി ക്രെഡിറ്റ് പർച്ചേസ് ഒക്കെ നടത്തി. അപ്പോൾ പേയ്മെൻറ്റ് ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവും. ഇത്രയും നാളത്തേക്ക് മുറിച്ച് വലിയൊരു എമൗണ്ട് ആണെങ്കിൽ അതിനെ മുറിച്ച് സ്പെസിഫൈഡ് ഡേറ്റ്സിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ടു മേക്ക് പേയ്മെൻറ്റ് ഓഫ് ഡെഫേർഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഉണ്ടല്ലോ, ഓരോ ഇൻസ്റ്റാൾമെൻറ്റ്സും. ഓക്കെ, അതാണ് കറക്റ്റ്. കസ്റ്റമർ ഡീഫോൾട്ട് വരുത്തുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ആ ഡീഫോൾട്ട് വരുത്തുമ്പോഴാണ് ബാങ്കിനവിടെ ഈ ഗ്യാരണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നത്, ഗ്യാരണ്ടി പ്രകാരമുള്ള എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് ഗ്യാരണ്ടി ബാങ്കർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് എത്ര ഇൻസ്റ്റാൾമെൻറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്ന്. അപ്പോൾ അവർ വീഴ്ച വരുത്തുമ്പോൾ ബാങ്ക് അത് എന്ത് ചെയ്യും, കൊടുക്കും. ലോങ് ടേം സപ്ലൈ അതുപോലെ ക്രെഡിറ്റ് ബേസ്ഡ് പർച്ചേസിലൊക്കെയാണ് ഈ ഡെഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി നടക്കുന്നത്. അത് ലോങ് ടേമിലേക്ക് പർച്ചേസ് ചെയ്തു, സപ്ലൈ
ഉണ്ട്. അതുപോലെ ക്രെഡിറ്റ് ബേസ്ഡ് പർച്ചേസസ് നടത്തുമ്പോഴാണ് നമ്മൾ 1,00,000 സാധനം വാങ്ങി ക്രെഡിറ്റിൽ എന്നിട്ട് കുറച്ച് പൈസയായിട്ട് അടയ്ക്കുകയാണെങ്കിലാണ് നമുക്ക് ക്രെഡിറ്റ് ബേസ്ഡ് പർച്ചേസസ് വരുന്നത് അല്ലേ. ആ സമയത്താണ് ഡിഫേർഡ്. അത് വലിയ എമൗണ്ടുകൾക്കാണ് ബാങ്ക് നിൽക്കുള്ളൂ. നമ്മുടെ 1,00,000 50,000 അല്ല. ഡിഫേർഡ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി ആ ഒരു രീതിക്കാണെന്ന് ഓർത്ത് വയ്ക്കാം. ഷിപ്പിംഗ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് ഗുഡ്സ് റിലീസ് ചെയ്യുക വിത്തൗട്ട് ബിൽ ഓഫ് ലേഡിങ് ഇല്ലാതെ നോർമലി തരില്ല. പക്ഷേ ബാങ്ക് ഇതുപോലെ ഗ്യാരണ്ടി കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷിപ്പിംഗ് കമ്പനി ടു റിലീസ് ഗുഡ്സ് വിത്തൗട്ട് ബിൽ ഓഫ് ലേഡിങ്. അപ്പോൾ അത് എക്സ്പോർട്ട് ഇമ്പോർട്ടിലും അതുപോലെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വൈകി കിടക്കുന്ന സമയത്തൊക്കെയാണ് ഈ ഗ്യാരണ്ടി തരുമെന്ന് ചോദിച്ച് ബാങ്കിനെ ഈ എക്സ്പോർട്ടേഴ്സും ഇമ്പോർട്ടേഴ്സും ഒക്കെ സമീപിക്കും. ഓക്കെ, അടുത്തത് റിട്ടൻഷൻ മണി ഗ്യാരണ്ടി. റിട്ടൻഷൻ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ലേലമൊക്കെ വെക്കുമ്പം ആ ഒരു കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു മുൻകൂർ തുകയൊക്കെ കെട്ടിവെക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതുപോലെ റിട്ടൻഷൻ മണി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു റിട്ടൻഷൻ മണി റിലീസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഗ്യാരണ്ടിയാണ് റിട്ടൻഷൻ മണി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. റിട്ടൻഷൻ മണി ഇഷ്യൂഡ് റിട്ടൻഷൻ മണി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കൺസ്ട്രക്ഷനും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഒക്കെ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗ്യാരണ്ടി ബാങ്ക്സ് കൊടുക്കാറുള്ളത്. റിട്ടൻഷൻ മണി ഗ്യാരണ്ടി കൊടുക്കുന്നതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷനും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിനും വേണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ബിഡ് ബോണ്ട് ഗ്യാരണ്ടിയാണ്. ബിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേലം എന്നൊക്കെയാണ് പറയുക അല്ലേ. അപ്പോൾ ടെൻഡേഴ്സും ബിഡിങ് പ്രൊസീജിയേഴ്സും നടക്കുമ്പം യൂസ് ഓഫ് ദിസ് പർട്ടിക്കുലർ ബോണ്ട് ഗ്യാരണ്ടി നടക്കുന്നത് ബിഡ് ബോണ്ട് ഗ്യാരണ്ടി നടക്കുന്നത് എപ്പോഴാണ്? ടെൻഡറുകളും ബിഡിങ് പ്രൊസീജിയേഴ്സും ഒക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ടെൻഡറുകളും ബിഡിങ് പർപ്പസസും നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബിഡ് ബോണ്ട് ഗ്യാരണ്ടി നൽകുന്നത്. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഗ്യാരണ്ടി എൻഷുർ ചെയ്യുന്നു ദ സെലക്റ്റഡ് ബിഡർ, ആ സെലക്ട് ചെയ്ത ബിഡർ വിൽ ഫൈനലൈസ് ദ കോൺട്രാക്റ്റ് വിത്ത് എ സിഗ്നേച്ചർ കൊണ്ട് ഫൈനലൈസ് ചെയ്യണം അല്ലേ. ഷുഡ് ദ ബിഡർ വിഡ്രോ ഫ്രം ദ ടെൻഡർ പ്രോസസ് ദ ബാങ്ക് പ്രൊവൈഡ്സ് കോമ്പൻസേഷൻ ടു ദ ടെൻഡറിങ് അതോറിറ്റി. അതായത് ബിഡർ എങ്ങാനും ഈ ഒരു ജാമ്യം ഈ ലേലം എന്നല്ലേ പറയാം ബിഡ്. അപ്പോൾ ലേലക്കാരൻ എങ്ങാനും പിൻവാങ്ങി വിഡ്രോ ഫ്രം ദ ടെൻഡർ പ്രോസസ്സിൽ നിന്ന്, ഈ ടെൻഡർ വിളിക്കുന്നതിൽ നിന്നും ആൾ വിഡ്രോ ചെയ്തു കഴിഞ്ഞാൽ ബാങ്ക് അവിടെ എന്ത് ചെയ്യും? കോമ്പൻസേഷൻ കൊടുക്കും ഈ ടെൻഡറിങ് അതോറിറ്റിക്ക്. അതിന് അപ്പോൾ മുൻകൂറായിട്ട് അങ്ങനെ എങ്ങാനും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ബിഡ് ബോണ്ട് ഗ്യാരണ്ടി എടുത്തു വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചാലും ഇവർക്ക് കാര്യമായിട്ട് എന്ത് സംഭവിക്കുന്നില്ല? ലോസ് സംഭവിക്കുന്നില്ല കേട്ടോ. സോ അതാണ് ബിഡ് ബോണ്ട് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ടെൻഡറും ബിഡിങ് പ്രൊസീജിയേഴ്സിനും വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ബിഡർ വിഡ്രോ ചെയ്താൽ ടെൻഡർ പ്രോസസ്സിൽ നിന്നും ബിഡർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് പ്രൊവൈഡ്സ് കോമ്പൻസേഷൻ ടു ദ ടെൻഡറിങ് അതോറിറ്റിക്ക് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് ഫോറിൻ ബാങ്ക് ഗ്യാരണ്ടിയാണ്. ഫോറിൻ ബാങ്ക് ഗ്യാരണ്ടി ഇഷ്യൂഡ് ബൈ എ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് എ ഫോറിൻ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഒരു ലോക്കൽ ബാങ്ക് കൺഫേംഡ് ബൈ എ ലോക്കൽ ബാങ്ക് ആണ് കൺഫേം ചെയ്യുന്നത്. അത് ഇൻ്റർനാഷണൽ ട്രേഡിനും ട്രാൻസാക്ഷൻസിനുമാണ് ഉപയോഗിക്കുന്നത്. വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അടുത്തത് കണ്ടിൻജൻറ്റ് ഗ്യാരണ്ടീസ് ആണ് കേട്ടോ. കണ്ടിൻജൻറ്റ് ഗ്യാരണ്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പെസിഫിക് ഇവൻറ്റ്സുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പ്രൈമറി ഡെറ്റർ ഫെയിലാവുകയാണ്, ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ ഫെയിലാവുകയാണ്. അപ്പോഴാണ് ഈ ഗ്യാരണ്ടർ പേയ്മെൻറ്റ് മേക്കിംഗ് ദ ഗ്യാരണ്ടേഴ്സ് പേയ്മെൻറ്റ് കണ്ടീഷണൽ ഓൺ ആൻ അൺസെർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ്. എന്ത് ഇവൻ്റാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ഫ്യൂച്ചർ ഇവൻറ്റ്, അൺസെർട്ടൈൻ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാരണ്ടി നൽകപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ഗ്യാരണ്ടി ഈസ് റിക്വയർഡ് ഇൻ സ്പെസിഫിക് ഇവൻറ്റ്സ് ആയിരിക്കാം. ഇഫ് ദ പ്രൈമറി ഡെറ്റർ ഫെയിൽ ആവുകയാണ്, അവരുടെ ഒബ്ലിഗേഷൻ എല്ലായിടത്തും അതിനുള്ള ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ പ്രൈമറി ഡെറ്റർക്ക് സാധിക്കാതിരിക്കുമ്പോഴാണ് ഈ ഗ്യാരണ്ടേഴ്സ് പേയ്മെൻറ്റ് കണ്ടീഷണൽ ആകുന്നതും അൺസെർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ നേരിടുന്നത് കേട്ടോ, ഈ കണ്ടിൻജൻ്റ് ഗ്യാരണ്ടി വഴി. അഡ്വാൻസ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കൽ തന്നെ, പേര് കേൾക്കുന്ന പോലെ തന്നെയാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. റീഫണ്ട് ഓഫ് അഡ്വാൻസ് ഇഫ് ദ സപ്ലയർ ഫെയിൽസ് ടു ഡെലിവർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് മുൻപേ തന്നെ എന്ത് ചെയ്യാം,
ഫസ്റ്റ് പറയുന്നുണ്ട് ദ ബയർ ഗീവ്സ് ആൻ അപ്പ് ഫ്രണ്ട് പേയ്മെൻറ്റ് ടു ദ സെല്ലർ ഇൻ അഡ്വാൻസ്. സെല്ലറിന് ഓൾറെഡി അഡ്വാൻസ് കൊടുക്കുകയാണ് ബയ്യർ അല്ലേ. പക്ഷേ ഈ ഗ്യാരണ്ടി സേഫ് ഗാർഡ് ചെയ്യുന്നത് ബയ്യറിനെയാണ്. ഓക്കെ, ബയ്യറിനാണ്. ബയ്യർ ഓൾറെഡി പൈസ കൊടുത്തു. പക്ഷേ ഈ സെല്ലർ എങ്ങാനും ഈ ഡെലിവറി ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്തില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾക്ക് മറ്റയാൾക്ക് നഷ്ടം പറ്റില്ലേ. അപ്പോൾ അത് നികത്താനാണ് ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി നിൽക്കുന്നത്. വെൻ ദ സെല്ലർ ഫെയിൽസ് ടു ഡെലിവർ, എന്തെങ്കിലും സാഹചര്യം കൊണ്ട് സെല്ലർ ഡെലിവറി ചെയ്യാൻ ഫെയിലായി കഴിഞ്ഞാൽ ആസ് പ്രോമിസ്ഡ് ദ ബാങ്ക് വിൽ റിട്ടേൺ ദ അഡ്വാൻസ് പേയ്മെൻറ്റ് ടു ദ ബയ്യർ. അപ്പോൾ ബയ്യർക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ബയ്യർക്ക് വെൻ ദ സെല്ലർ ഫെയിൽസ് ടു ഡെലിവർ ആസ് പ്രോമിസ്ഡ് ബൈ ദ ബാങ്ക് വിൽ റിട്ടേൺ ദ അഡ്വാൻസ് പേയ്മെൻറ്റ് ടു ദ ബോറോവർ. അഡ്വാൻസ് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പേയ്മെൻറ്റ് ടു ദ ബയ്യർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാരണ്ടീസ് പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് ടൈപ്പും കൂടി നമുക്ക് ഗ്യാരണ്ടിയിൽ നോക്കാം. ഓക്കെ, സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറയും. സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഫോർ എ സിംഗിൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷനോ കടത്തിനോ വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ് സിമ്പിൾ ഗ്യാരണ്ടി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറയുക. സച്ച് ഗ്യാരണ്ടീസ് കംസ് ടു ആൻ എൻഡ് ആസ് സൂൺ ആസ് ദ ട്രാൻസാക്ഷൻ ഈസ് ഡ്യൂലി പെർഫോംഡ് ഓർ ദ ഡെറ്റ് ഈസ് ഡ്യൂലി ഡിസ്ചാർജ്. ഡെറ്റ് കഴിഞ്ഞാലോ അതുപോലെ തന്നെ ഈ ട്രാൻസാക്ഷൻ ഡ്യൂലി പെർഫോം ചെയ്താലോ ഈ ഗ്യാരണ്ടി എന്താണ്, കംസ് ടു ആൻ എൻഡ് ആവും, കഴിയും എന്നാണ് പറഞ്ഞത്. അതിനൊരു അവസാനം വരും എന്നാണ് പറഞ്ഞത് കേട്ടോ. സോ അതാണ് സ്പെസിഫിക് ഗ്യാരണ്ടി. ഒരു സിംഗിൾ അല്ലെങ്കിൽ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ കടത്തിന് വേണ്ടി, ഡെറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഗ്യാരണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി വിച്ച് എക്സ്റ്റെൻസ് ടു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. അതിലൊരു സിംഗിൾ ട്രാൻസാക്ഷൻ മാത്രമായിരിക്കില്ല ഉണ്ടാവുക. റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഫോർ ആൻ എക്സിസ്റ്റിംഗ് ഡെറ്റ്. എക്സിസ്റ്റിംഗ് ഡെറ്റിന് വേണ്ടി കൊടുക്കുന്ന ഗ്യാരണ്ടീസാണ് എന്ത്, റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഫോർ എ ഫ്യൂച്ചർ ഡെറ്റ്. ഒരു ഫ്യൂച്ചർ ഡെറ്റിന് വേണ്ടിയിട്ടാണ് ഗ്യാരണ്ടി നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് പറയും. പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി. ആബ്സല്യൂട്ട് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ ഗ്യാരണ്ടി വെർ ദ ഷുവർട്ടി അൺകണ്ടീഷണലി പ്രോമിസ് ചെയ്യണം. ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് പ്രോമിസസ് ടു പേ ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. ഓക്കെ, ഗ്യാരണ്ടി കൊടുത്തുകൊള്ളാം എന്ന് അൺകണ്ടീഷണലായിട്ടാണ് പ്രോമിസ് ചെയ്യുന്നത്. അതാണ് ആബ്സല്യൂട്ട് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. കണ്ടീഷണൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ ഗ്യാരണ്ടി വെർ ദ ഷുവർട്ടി പ്രോമിസസ് ടു പേ ഇൻ ഒരു ചില സം ഇവൻറ്റിൽ ഇൻ അഡീഷൻ ടു ഡീഫോൾട്ട് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ ഹാപ്പൻസ്. ഓക്കെ, അഡീഷണലായിട്ട് ഗ്യാരണ്ടി ഷുവർട്ടി പ്രോമിസ് ചെയ്യാണ്, പേ ചെയ്യാം, ഇന്ന അവസരത്തിൽ ഞാൻ പേ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അതാണ് കണ്ടീഷണൽ വെച്ചിട്ടുണ്ട് അവിടെ. അതാണ് കണ്ടീഷണൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫിഡലിറ്റിയാണ്. ഫിഡലിറ്റി ഗ്യാരണ്ടി ഗ്യാരണ്ടി ഗിവൺ ഫോർ ദ ഗുഡ് കണ്ടക്ട്, നല്ല സ്വഭാവത്തിനും ഹോണസ്റ്റിക്കൊക്കെ വേണ്ടി പേഴ്സൺ എംപ്ലോയിഡിനെ പർട്ടിക്കുലർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളതാണ് ഫിഡലിറ്റി ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ലിമിറ്റഡ് ഗ്യാരണ്ടി ഈസ് വൺ റെസ്ട്രിക്റ്റഡ് ടു സിംഗിൾ ട്രാൻസാക്ഷനായിട്ട് റെസ്ട്രിക്റ്റ് ഉണ്ടാവും. അൺലിമിറ്റഡ് ഗ്യാരണ്ടി ആകുമ്പോൾ നോ റെസ്ട്രിക്ഷൻസ്. അൺലിമിറ്റഡ് ആവാം അല്ലെങ്കിൽ ടൈം ആവാം, ഏതും എത്ര എമൗണ്ട് വേണമെങ്കിലാവാം. അതാണ് അൺലിമിറ്റഡ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഷുവർട്ടിക്ക് ചില റൈറ്റ്സുകളുണ്ട്. കാരണം ഷുവർട്ടിയുടെ റിസ്ക് ഇവിടെ ഭയങ്കര വലുതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഷുവർട്ടിക്ക് കുറച്ച് റൈറ്റുകളൊക്കെയുണ്ട്. സെക്ഷൻ 128 പറയുന്നുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെറ്റർക്കെതിരെ സ്യൂ ചെയ്യാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞ പോലെ റൈറ്റ് അഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെറ്റർ, റൈറ്റ് അഗെയിൻസ്റ്റ് ക്രെഡിറ്റർ, റൈറ്റ് അഗെയിൻസ്റ്റ് ദ കോ ഷുവർട്ടി. പണം തരാനുള്ള ആൾക്കാരാണ് ഈ എല്ലാം. അവർക്കൊക്കെ എതിരെ റൈറ്റ് ആർക്കുണ്ട്, ഈ ഒരു ഷുവർട്ടിക്ക് ഉണ്ട്. അത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ഡിസ്ചാർജ് എപ്പോഴാണ് ഈ ഒരു ഷുവർട്ടി ഈ ലയബിലിറ്റിയിൽ നിന്നും മുക്തമാവുക, ഡിസ്ചാർജ് ആവുക എന്ന് ചോദിച്ചാൽ എ ഷുവർട്ടി ഈസ് സെഡ് ടു ബി ഡിസ്ചാർജ്ഡ് വെൻ ഹിസ് ലയബിലിറ്റി കംസ് ടു ആൻ. ലയബിലിറ്റി കംസ് ടു ആൻ എൻ്റെ ആയാലാണ് ഷുവർട്ടി ഡിസ്ചാർജ് ആവുന്നത്. ഷുവർട്ടി മേ ബി ഡിസ്ചാർജ്ഡ് ഫ്രം ലയബിലിറ്റി. എങ്ങനെയൊക്കെയാണ് ഷുവർട്ടി തൻ്റെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാന്ന് വെച്ചാൽ റിവോക്കേഷൻ നടത്താം അല്ലേ. കോൺട്രാക്ട് ഓർ എഗ്രിമെൻറ്റ് റിവോക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ എന്താണ്, അത് ഇല്ലാതായി. പിന്നെ കണ്ടക്ട് ഓഫ് ദ ക്രെഡിറ്ററുടെ കണ്ടക്ട് മൂലം അത് നിന്നു പോവാം. ഇൻവാലിഡേഷൻ, കോൺട്രാക്റ്റിന് എന്തെങ്കിലും ഇൻവാലിഡേഷൻ സംഭവിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇൻവാലിഡേഷൻ എപ്പോഴൊക്കെയാണ് സംഭവിക്കുകയെന്ന്. അതുപോലെ ഷുവർട്ടി
ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ റിവോക്കേഷൻ. ഈ സന്ദർഭങ്ങൾ ഒന്ന് തൊട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ റിവോക്കേഷൻ ബൈ ഗിവിങ് നോട്ടീസ് 130 പ്രകാരമാണ് നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഷുവർട്ടിക്ക് റിവോക്ക് ചെയ്യാം ഗ്യാരണ്ടി അറ്റ് എനി ടൈം. എപ്പോൾ വേണമെങ്കിലും ഗ്യാരണ്ടി റിവോക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം ഗ്യാരണ്ടി കൊടുത്തു എന്ന് വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ അത് സഹിക്കേണ്ട കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും എ ഷുവർട്ടി മേ റിവോക്ക് ദ ഗ്യാരണ്ടി അറ്റ് എനി ടൈം ബൈ ഗിവിങ് നോട്ടീസ് കൊടുക്കണം കേട്ടോ. റിവോക്കേഷൻ ടു ക്രെഡിറ്റർക്ക് കറക്റ്റായിട്ടുള്ള നോട്ടീസ് കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ റിവോക്കേഷൻ ബൈ ഡെത്ത് സംഭവിച്ചാലും സെക്ഷൻ 131 പറയുന്ന പോലെ ഡെത്ത് സംഭവിച്ചാലും ഈ ഒരു കോൺട്രാക്റ്റ് ഇൻവാലിഡേറ്റ് ആയി പോകും. റിവോക്കേഷൻ ബൈ നൊവേഷൻ ഷുവർട്ടി ഈസ് ഡിസ്ചാർജ്ഡ് വെൻ എ ന്യൂ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. അപ്പോൾ പഴയതിന് പകരം പുതിയൊരു കോൺട്രാക്റ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിക്കും റിവോക്ക് ചെയ്തു പോകും എന്നാണ് പറയുന്നത്. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ഇൻവാലിഡേഷൻ ഓഫ് കോൺട്രാക്റ്റ് ഇൻവാലിഡേറ്റ് ചെയ്യുമ്പം ഷുവർട്ടിയുടെ ബാധ്യതകളെ ഡിസ്ചാർജ് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഗ്യാരണ്ടി ഒബ്റ്റെയിൻഡ് ബൈ മിസ് റെപ്രസെൻറ്റേഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 142 മിസ് റെപ്രസെൻറ്റേഷൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനി ഗ്യാരണ്ടി വിച്ച് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് മിസ് റെപ്രസെൻറ്റേഷൻ മെയ്ഡ് ബൈ എ ക്രെഡിറ്റർ ഓർ വിത്ത് ഹിസ് നോളജ് ആൻഡ് അസെൻറ്റ് കൺസേണിങ് എ മെറ്റീരിയൽ പാർട്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് ഇൻവാലിഡ്. അതായത് ഗ്യാരണ്ടി ഒബ്റ്റെയിൻഡ് ബൈ മിസ് റെപ്രസെൻറ്റേഷൻ സെക്ഷൻ 142. ഗ്യാരണ്ടി ഒബ്റ്റെയിൻഡ് ബൈ കൺസീൽമെൻറ്റ്, ഒരു സാധനം ഒളിച്ചു വെക്കാൻ പാടില്ല, എല്ലാം ഷുവർട്ടിയോട് കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 143 ഗ്യാരണ്ടി ഒബ്റ്റെയിൻഡ് ബൈ കൺസീൽമെൻ്റ് ആണ്. എനി ഗ്യാരണ്ടി വിച്ച് എ ക്രെഡിറ്റർ ഹാസ് ഒബ്റ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് കീപ്പിംഗ് സൈലൻസ് ടു മെറ്റീരിയൽ സർക്കംസ്റ്റാൻസസ് ഈസ് ഇൻവാലിഡ്. പിന്നെ ഫെയിലിയർ ഓഫ് പേഴ്സൺ ടു ജോയിൻ ഷുവർട്ടി ആയിട്ട് ആരെങ്കിലും ചേരാൻ വിമുഖത കാണിച്ചാൽ, ഫെയിലിയർ ഓഫ് കൺസിഡറേഷൻ, ലാക്ക് ഓഫ് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ട എല്ലാ എലമെൻറ്റുകളും ഇല്ലാതിരുന്നാലും ഇതെന്ത് ചെയ്യാൻ പറ്റും, റിവോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ഇൻവാലിഡേഷൻ ഓഫ് കോൺട്രാക്റ്റ് എപ്പോഴാണ് ഇൻവാലിഡേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുമൂലം ഉള്ള ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിൻറ്റുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ്, ഇത്രയും ഭാഗമാണ് നമുക്ക് ഗ്യാരണ്ടിയിൽ നിന്ന് വരുന്നത്. ഗ്യാരണ്ടിയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഈ ഒരു ഗ്യാരണ്ടിയെ ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി എന്താണ്, അതെല്ലാം ക്ലോസുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്